ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡീക്ലട്ടറിങ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ഫാസ്റ്റായിട്ട് ഡീക്ലട്ടറിങ് ചെയ്യാം, അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്കധികം സമയമില്ല, പക്ഷേ നമുക്കിത് റെഗുലറായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ടൈമർ സെറ്റ് ചെയ്യുക. ഒരു 5-10 മിനിറ്റിൻ്റെ ടൈമർ സെറ്റ് ചെയ്ത് ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന റൂമുകളിലെല്ലാം കയറി നമുക്ക് അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഈ ബാസ്ക്കറ്റിൽ ഇട്ടേക്കുക. എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ദിവസവും നമുക്ക് പറ്റുന്ന ദിവസം, സമയം കിട്ടുന്ന ദിവസം എല്ലാം ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ബാസ്ക്കറ്റ് ഫുള്ളാകുമ്പോഴത്തേനും പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് അത് നമുക്ക് എവിടെയാണോ കളയേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോവുക. നമ്മുടെ വീട്ടിൽ വെക്കരുത്, ബിക്കോസ് വീട്ടിൽ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു രീതി ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യുമ്പം അത് മിക്കവാറും നമ്മളത് ഒഴിവാക്കണം എന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലമാണ് ഈ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാസ്ക്കറ്റിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇനിയത്തെ ഒരു കാര്യമാണ് നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് പലപ്പോഴും എല്ലാവർക്കും തന്നെ വരുന്നതാണ്. അതായത് നമ്മൾ ഒരുപാട് കാശ് കൊടുത്തിട്ടാണല്ലോ ഓരോ ഐറ്റംസ് വാങ്ങുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ കളയുക എന്നുള്ള ആ ഒരു ഗിൽറ്റ് നമുക്ക് വരും. പിന്നെ അതുപോലെ കുറേ നാൾ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴത്തേനും നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിനി നമുക്ക് ഒരു യൂസ് ഇല്ല, ഒരുപാട് സാധനങ്ങളായി നമുക്കത് മാറ്റേണ്ട കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് അതിനെ മാക്സിമം മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും നാളും നമുക്കത് സെർവ് ചെയ്തു, അതിനെ നമ്മൾ യൂസ് ചെയ്തു, ഇനി അതിൻ്റെ യൂസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റുകയാണ്. നമുക്കതിനനുസരിച്ച് സ്റ്റോറേജും കാര്യങ്ങളും അത് മാറുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ആലോചിച്ചിട്ട് മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു ഏതൊരു ഐറ്റവും എടുത്തിട്ട് നമ്മൾ ആലോചിക്കുക നമുക്കത് ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക അതവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ജോലി കൂടെ ഉള്ളൂ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡീക്ലട്ടറിങ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബുക്കുകൾ, ന്യൂസ് പേപ്പർ, പ്ലാസ്റ്റിക്, സ്റ്റീൽ ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം, പഴയ ഐറ്റംസ് നമുക്ക് ആവശ്യമില്ലാത്തതിനെല്ലാം തന്നെ നമുക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗം ഇല്ലാണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തായാലും തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അത് കളക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാശ് കിട്ടുന്നുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സാധനങ്ങൾ ഒഴിവാക്കാനുള്ളൊരു എന്താ പറയുക മെൻറ്റാലിറ്റി നമുക്ക് കിട്ടും. അത് വെറുതെ ഇരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ലല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. അതായത് അരമണിക്കൂറോ അല്ലെങ്കിൽ ഞാനൊരു ഹാഫ് ഡേയിൽ ഇത്രയും കാര്യം ക്ലീൻ ചെയ്ത് ഡീക്ലട്ടറിങ് ചെയ്ത് തീർക്കും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും, ഇത്രയും നേരത്തിനുള്ളിൽ എനിക്ക് ഇത്രയും നേരം ചെയ്ത് തീർക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും, ആ ജോലി ചെയ്ത് തീർക്കാനും പറ്റും. ഇനിയത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് തുടങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ ടോയ്സിൽ നിന്ന് വേണ്ടാത്തത് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. അതുപോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് ചില പാത്രങ്ങൾ, ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ മാത്രം നോക്കിയിട്ട് അതിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ അങ്ങനെ നോക്കിയെടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഡ്രസ്സിൽ നമുക്ക് വേണ്ടാത്തത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസി ആയിരിക്കും. കാരണം നമുക്ക് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഫിറ്റ് ആവാത്തത്, അപ്പം അത് ചൂസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇത് നമ്മളൊരു ദിവസത്തെ ഒരു കാര്യമായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. നമ്മളിതൊരു പ്രോസസ്സായിട്ട് കണക്കാക്കുക. നമുക്ക് പറ്റുന്ന സമയത്ത് എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കുറച്ചങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി അങ്ങനെയല്ല. കാരണം നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഓരോരോ ചെറിയ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇതിനൊരു ടൈം ഫിക്സ് ചെയ്ത് അങ്ങ് ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക.
അതുപോലെ മാക്സിമം നമ്മൾ മാത്രമല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും കൂടിയിട്ട് ഈ ഒരു കാര്യം ട്രൈ ചെയ്യുക. ചില കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെയും കൂടെ താല്പര്യം നോക്കണം, അവരുടെ ഡിസിഷൻ നോക്കണം, അവർക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് അറിയണം. അപ്പോൾ അതുപോലെ നമ്മൾ കുട്ടികളെയും ഇതൊന്ന് ട്രെയിൻ ചെയ്യിക്കുക. അവരുടെ ഐറ്റംസ് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. പിന്നെ അവർക്കും ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനും കഴിയുമല്ലോ. പിന്നെ നമ്മൾ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഡീക്ലട്ടറിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പം നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്കൊരു മോട്ടിവേഷൻ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് കുറേയും കൂടി ക്ലീൻ ആവുന്നതും അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ലൈഫ് ചേഞ്ചിങ് തിങ് ഓഫ് ടൈഡിങ് അപ്പ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മേരി കോണ്ടോൻ്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ബുക്സൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ നമ്മളെ മോട്ടിവേറ്റഡ് ആക്കും കൂടുതൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കുണ്ടാവുന്നൊരു പ്രശ്നമാണ് ഇത് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടോ, നമുക്ക് പിന്നീട് യൂസ് വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു ഐറ്റം ഒരു 30 ദിവസത്തേക്ക് എടുത്ത് വെക്കുക. അതിനെ മേ ബി പൈൽ എന്നാണ് പറയുക. അതായത് ചിലപ്പോൾ നമുക്ക് യൂസ് വേണ്ടി വന്നേക്കും. അപ്പോൾ ഈ 30 ദിവസത്തിനുള്ളിൽ നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്കത് വീണ്ടും ആവശ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ നോക്കി ഒഴിവാക്കി വരുമ്പോൾ നമ്മുടെ ഓരോ റൂമും കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടും. കൂടുതൽ സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എടുത്തു വെക്കാൻ കൂടുതൽ സ്ഥലവും ക്ലീൻ ചെയ്യാനും കൂടുതൽ എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ വീട് കൂടുതൽ ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. വീട്ടിൽ ഓരോ മുറിയും, കിച്ചൺ ആണെങ്കിലും ഡൈനിങ് റൂം ആണെങ്കിലും എല്ലാ സ്ഥലത്തും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇരിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു വീടോ റൂമുകളോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി തന്നെ ആയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സാധനങ്ങൾ ഒഴിവാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എപ്പോഴും സ്ട്രെസ്സ് അടിച്ച് നിൽക്കാതെ നമ്മളെപ്പോഴും ഓർക്കുക, നമ്മളിതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒരു ചെറിയ ഏരിയയെങ്കിലും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വൺസ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഡെയിലി പയ്യെ അത് ചെയ്തു തുടങ്ങും. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ വീട് ഫുള്ളായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ സ്ട്രെസ്സൊന്നും ആകാതെ നമ്മൾ വേഗം തന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ട ഉടനെ ഒരു ചെറിയ ഏരിയയെങ്കിലും ഒന്ന് ഡീക്ലട്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡീക്ലട്ടറിങ്ങും ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്കുടനെ കാണാം. അതുവരേക്കും ബൈ.